മേടിച്ചു തന്നല്ലോ, അപ്പൊ ഞാൻ എടുക്കും. ഞാൻ എന്തുമാത്രം പുറകെ നടന്നിട്ടാണ് ഇതൊക്കെ വാങ്ങിപ്പിച്ചത്. എന്നാ നീ കൊണ്ട് ബാങ്ക് ലോക്കറി കൊണ്ടുവയ്ക്കുക, അപ്പൊ ആരും എടുക്കൂല. ഈ വെള്ള സാധനമാണെങ്കിൽ ഞാൻ എടുക്കും. ഇനി അടുത്ത് തന്നെ ഞാൻ കൈയും കാലും ഓടിക്കില്ല. എങ്ങനെ തന്നെ ഇങ്ങനെ വാടി വന്ന കൈയും കാലും ഓടിക്കാൻ കൊണ്ട് ഞാൻ കുത്തിപ്പൊടിക്കുന്നേ. എന്റെ ദൈവമേ, രണ്ടാളും ഒന്ന് നിർത്തോ. കൊറേ നേരമായി നിങ്ങടെ. പോടാ പോടാ. ഇല്ല ഇനി തന്നെ ചേച്ചി ചേച്ചി കളിക്കരുത് വെറുതെ. ഞാനത് ഉപയോഗിക്കും, നിനക്ക് തരൂല. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചത് ചേച്ചി കൊടുത്തോ. എന്റെ മുടി പിടിച്ച് വലിക്കും. ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണോ നീ നക്ഷത്രകന്യ നമ്മ നക്ഷത്രകന്യ. ഹെൽപ്പ് ചെയ്യണ ഒരു ചൂടല്ലേ, വേർത്ത് കുളിച്ചു. വേർത്തല്ല മോളെ. അതെ, ഇട്ടുപിടിച്ചതിന്റെ പൈസ കിട്ടിയെന്ന് കുറച്ചെനിക്ക് സഹായിക്കാൻ തരാൻ പറ്റുമോ? ചിട്ടി പിടിച്ചതിന്റെ പൈസ കിട്ടിയതിന്റെ കുറച്ചെനിക്ക് തന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. ശൃംഗരിക്കാൻ വന്നത് കണ്ടപ്പോഴേ തോന്നി. അതല്ലെന്ന്, ഒരു 2 ആഴ്ചത്തേക്ക് മറിക്കാൻ വേണ്ടിട്ട് കുറച്ച് തന്നൂടെ? മറിക്കാനുമില്ല തിരിക്കാനുമില്ല. ഇവിടെ പോയാ നിങ്ങളെ മക്കള് രാവിലെ തന്നെ തുടങ്ങി. ഞാൻ വിചാരിക്കുന്ന പോലെയും നല്ല എന്റെ പെമ്പിള്ളേർ. മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കണം. ആര്? നിങ്ങള് മര്യാദ പഠിച്ചാ എന്നിട്ടാണ് പിള്ളേർ പഠിപ്പിക്കാൻ പോകുന്നത്. അതൊന്നും നീ നോക്കട്ടെ, അവറ്റകളെ ഞാൻ മര്യാദ പഠിപ്പിക്കാം. മര്യാദ പഠിപ്പിക്കല്. ഇന്ന് അവളുമാരെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ, ഞാൻ അവളെ ശരിയാക്കിട്ടിരുമ്പോ ആ പൈസയുടെ കാര്യം മറക്കല്ലേ. ഇന്ന് അവളുമാരെ മര്യാദ പഠിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് അവളുമാരെ ഒരു പാഠം പഠിപ്പിക്കുന്നു. നോക്കിക്കോ. പുഷ്പയുടെ തല എന്നാ ഒന്ന് എത്രയുടെ മരം ഒന്ന് വന്നേ മോളെ. തൊള്ള തുടങ്ങി ഇനി അടുത്ത വന്നാമോ. നീ മിണ്ടരുത്. അച്ഛാ, ഞാൻ ഈ വീട്ടിലാരാ? ആരാ? നിനക്കറിഞ്ഞൂടോ നീ വീട്ടിലാരാ? നീ ഞാൻ പറഞ്ഞു എന്നെന്താ വല്ല തവിട് കൊടുത്ത് മേടിച്ചാണോ? പിന്നെ തവിട് കൊടുത്ത് മേടിക്കാൻ അച്ഛൻ എന്താ വട്ടാണോ? കണ്ടാ എന്റെ പൊന്നച്ഛ, ഞാൻ ഇവളോട് പലതവണ, ഇവളല്ല ചേച്ചി, ഞാൻ ചേച്ചിയോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഈ മേക്കപ്പ് സാധനം എടുത്ത് ഉപയോഗിക്കില്ലെന്ന്. ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാ അല്ല അച്ഛാ? അതെന്താ ഈ പറയണത്? ആയിക്കോട്ടെ, നീ ഉപയോഗിച്ചോ. പക്ഷേ എന്റെ അച്ഛൻ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞതാ. അത് മോള് പറഞ്ഞ സത്യം തന്നെ. ഓ, അപ്പൊ നിങ്ങൾ ഒറ്റക്കെട്ടായി. അപ്പൊ എനിക്ക് മാത്രം സാധനങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ല. എന്നാ മോളെ, അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? അല്ല അച്ഛാ, അത് ഉള്ളതാ. ഇത് കണ്ട 2 ദിവസമായി കുളിച്ചിട്ട് വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. നിന്റെ മറ്റവൻ. മോളെ സോറി അച്ഛാ. നിനക്ക് വൃത്തിയില്ലാത്തോണ്ടല്ലേടി നിന്നെ ഹോട്ടലറി ട്രെയിനിങ്ങിന് പിരിച്ചുവിട്ടത്? വൃത്തിയില്ലാത്തോണ്ടോ? ഞാൻ റിസൈൻ ചെയ്തതാണ്. ആ കിച്ചണിലെ ചൂടും ഇതൊക്കെ കാരണം എന്റെ സ്കിന്നും എല്ലാം ഇങ്ങനെ പോയായിരുന്നു. വെറുതെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ച് കാശ് കളഞ്ഞു. ഓഹോ, നിന്റെ കാശൊന്നും അല്ലല്ലോ ഞാൻ കളഞ്ഞത്. എടി, നീ IAS എന്ന് പറഞ്ഞിട്ട് കുറെ കാശ് അച്ഛന്റെ കൊണ്ടേ കളഞ്ഞല്ലേ. നിനക്കൊന്ന് നിർത്താൻ പറ്റുമോ? ഓ, നിനക്കോ? ആ, എന്നാ വന്നേ, അച്ഛൻ ഒരു രഹസ്യം പറയാനുണ്ട്. രഹസ്യോ? എന്ത് രഹസ്യം? ഇടി, രഹസ്യം പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? വന്നേ, വാ, വാടാ, വാടാ.
എന്തോ ചോദിക്കുന്നു? ഉറങ്ങിപ്പോയ അമ്മ. ആ ഞാനൊന്ന് മയങ്ങി പേടിച്ചേ. എടി പുഷ്പേ, നിന്നോടൊരു കാര്യം പറയട്ടെ. ഈ പ്രായത്തിൽ ഞാൻ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നതിന്റെ കാര്യം നിനക്കറിയോ? അത് ഞാൻ ഡൈ അടിച്ചിരുന്നോണ്ട്. അത് ശരി, പക്ഷെ അത് മാത്രമല്ലടി, എന്റെ മനസ്സിലൊന്നുമില്ല. അതെന്തിട്ടാന്നറിയാമേ? ആ, പ്രായമായി കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം കംപ്ലൈന്റ് വരും. ആ. അതുകൊണ്ടാണ്. അത് ശരിയാണ്. ചില കീടങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നും. അതമ്മ തന്നെയല്ലേ ഉദ്ദേശിച്ചേ? നിനക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയെന്നെങ്കിൽ നിന്റെ മനസ്സ് ശരിയല്ല. അമ്മേ, അമ്മ ഇന്നത്തെ പത്രം വായിച്ചോ? വായിച്ചു. അതില് മരുമോൾ അമ്മായിയമ്മയുടെ തലക്കടി ചൂലുന്ന വാർത്ത വായിച്ചാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. നീ ചെയ്യില്ലെന്നറിയാം, നിന്റെ മനസ്സൊക്കെ ശുദ്ധമാടി. എടി വെച്ചേ, ഒരു നര പോലും വെളി കാണരുതേ, എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാ. ഞാൻ ഇന്ന് വരെ ഡൈ ചെയ്ത് തന്നിട്ട് ഒരു നരയെങ്കിലും വെളിയിൽ കണ്ടിട്ടുണ്ടോ? അതൊന്നുമില്ല. എന്നാ പിന്നെ മിണ്ടാതിരിക്കും. മിണ്ടാതിരുന്ന നല്ല വൃത്തി ചെയ്തു. എടി എന്റെ ചെവിയലൊന്നും ആക്കരുത് നീ. അതെല്ലാം കുളിച്ചാ പോവമ്മേ. ശ്രദ്ധിച്ചേ അങ്ങോട്ട്. ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. വലിയ മുടിയും ഡൈയും എന്തെല്ലാം. നിങ്ങൾ ഇരിക്കേ. ഇനി ഇരിക്കേ. അച്ഛാ, അച്ഛാ, ആ ഞങ്ങൾ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം. മക്കള് ഇന്ന് തൊട്ട് കുറച്ച് ദിവസത്തേക്ക് നല്ല ഡീസന്റ് കുട്ടികളായിട്ടൊന്ന് അഭിനയിക്കണം. അഭിനയിക്കാനാ? ആ, എത്ര ദിവസത്തേക്ക്? 2 ആഴ്ച. 2 ആഴ്ച? 2 ആഴ്ച ഒന്നും പറ്റത്തില്ല. ഒരു 2 ദിവസം പറ്റുമോ? അച്ഛാ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നതിന് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് മുതല് 2 ദിവസത്തേക്ക് നല്ല കുട്ടികളായിട്ട് അഭിനയിക്കാൻ പോകുന്നു. എങ്ങനെ? നല്ല കുട്ടികളായിട്ട് അഭിനയിക്കാൻ പോകുന്നു. അച്ഛാ, ഓ, എനിക്കെന്ത് തരും? എനിക്കെന്ത് വേണം? ഒരു ചോക്ലേറ്റും ടോയും. ഉറപ്പാണേ? ഉറപ്പ്. സെറ്റ്. അപ്പൊ ഡീൽ. ഡീൽ. അപ്പൊ ഞങ്ങൾക്കും വേണം ചോക്ലേറ്റ്. മേടിച്ചു തരാവേ. അപ്പൊ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങുകയല്ലേ? ചെന്നാട്ടെ, അതെ, ചെന്നാട്ടെ. നമുക്ക് 3 ആൾക്കും വലിയ പാക്ക് വേണേ. മേടിച്ചു തരാടാ. നമുക്ക് തുടങ്ങാം. ചെല്ലി. Come on, guys. അതെ അതെ അതെ, ഡീല് മറക്കരുതേ. ഇല്ലടാ മക്കളെ, ചെല്ല്. ചന്തിക്ക് 2 അടിയും കൊടുത്തു അനുസരിപ്പിക്കേണ്ട തന്തയാ. പറഞ്ഞിട്ടെന്താ കാര്യം, നമ്മുടെ ഗതികേട് മാറും.